പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരുന്നു, 3 തവണ MLA ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നെന്തെങ്കിലും വാർത്തയാകുമായിരുന്നു. CPIM-ന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് അവസരം കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതിനുശേഷം 3 തവണ MLA ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് പാർട്ടി കൊടുത്തു. പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ്. ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നല്ല ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പൊ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA ആക്കുകയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരുന്നു, 3 തവണ MLA ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നെന്തെങ്കിലും വാർത്തയാകുമായിരുന്നു. അപ്പോൾ കോൺഗ്രസിൽ താൻ ചേരുന്നത് ഒരു വാർത്തയാകാൻ തക്ക പ്രാധാന്യം തനിക്ക് തന്ന ഈ പാർട്ടിയെ ഇങ്ങനെ മറന്നിട്ട് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പോകാൻ പാടില്ലായിരുന്നു. ഇത് കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പിനെയോ കൊല്ലം ജില്ലയിലെയോ കേരളത്തിലെയോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയോ ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുക്കുമെന്നാണ് ഞാൻ